ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരി വിത്ത് ബീഡാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ആരി വിത്ത് സാൽക്ക ദോസിയാണ്. ആരി വിത്ത് സാൽക്ക ദോസി എന്ന് പറയുന്നത് നമ്മളുടെ ആരി വർക്കിൻ്റെ ബേസിക് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ആ ബേസിക് ചെയിൻ സ്റ്റിച്ചിൻ്റെ നമ്മൾ ഫില്ല് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ആരി വിത്ത് സാൽക്കാദോസി എന്ന് പറയുന്നത്. ഇത് ആരി വർക്കിൻ്റെ തന്നെ, ആരി എംബ്രോയ്ഡറിയുടെ തന്നെ മറ്റൊരു വേരിയേഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആരി ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ആരി നീഡിൽ എടുത്തിട്ടുണ്ട്. 14.05 mm നീഡിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ദേ ഇവിടെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ലീഫിൻ്റെ പിക്ചറാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് വരച്ചേക്കുന്നതുകൊണ്ടാണ് പെൻ വെച്ച് വരച്ചേക്കുന്നത്. നിങ്ങൾക്കിതിൽ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറേസബിളായിട്ടുള്ള പെൻസിൽസ് കിട്ടും. അതായത് നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഒന്ന് അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ തുണിയിൽ വരക്കുന്ന ചോക്കോ അതെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ മെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേ നമുക്ക് ആദ്യം കെട്ടിട്ട് തുടങ്ങാം. കെട്ടിടുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലൈനിലൂടെ നമ്മൾക്ക് ബേസിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. കെട്ടിട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ഒരു ലൂപ്പ് എടുക്കുക. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ നീഡിൽ കുത്തിയിറക്കി അടുത്ത ലൂപ്പ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്ത് വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഒരു ചെറിയ കോൺ പോലെ, അതായത് ഇങ്ങനെ വരുന്ന ഒരു കോൺ പോലെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചെയിൻ എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മളൊരു ചെയിൻ സ്റ്റിച്ചും കൂടി എടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായിട്ടിരിക്കും. എന്നിട്ട് വേണം നമ്മൾ തിരിച്ചിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഇത് നമ്മൾ നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഔട്ട്ലൈനിൻ്റെ തന്നെ തൊട്ടടുത്ത് തന്നെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്റ്റിച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഔട്ട്ലൈൻ സ്റ്റിച്ച് കൊടുത്ത് അതിന് ശേഷമാണ് ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അല്ലാതെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പുറമേട്ട് സ്റ്റിച്ച് ചെയ്ത് പോകരുത്. അപ്പോൾ ഇത് അവസാനിക്കാനായി.
ഇട്ടിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ആരി വിത്ത് സൽക്കാദോസി സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പല കളറുകളിൽ നമുക്ക് ഈ ത്രെഡ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സുകളിൽ ലീഫ്, ഫ്ലവേഴ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.